സ്പൈനൽ മസ്കുലർ അട്രോഫി രോഗം പിടിപെട്ട് അരയ്ക്ക് താഴെ ബലക്ഷയം വന്ന് സ്വന്തമായി നടക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ് 14 വയസ്സുകാരൻ മുഹമ്മദ് ഷാമിൽ. ഷാമിലിന്റെ ചികിത്സയ്ക്കായി 3 കോടി രൂപ ചിലവ് വരുന്നതിനാൽ സുമനസുകളുടെ സഹായം തേടുകയാണ് ഈ കുടുംബം. സ്പൈനൽ മസ്കുലർ അട്രോഫി രോഗം പിടിപെട്ട മലപ്പുറം മുതുവല്ലൂർ മുതുപ്പറമ്പ് പാമ്പോടൻ സൈനുദ്ദീന്റെ മകൻ 14 വയസ്സുള്ള മുഹമ്മദ് ഷാമിൽ ചികിത്സാ സഹായം തേടുന്നു. ചികിത്സയ്ക്കായി 3 കോടി രൂപയാണ് ചെലവ് വരുന്നത്. സ്പൈനൽ മസ്കുലർ അട്രോഫി രോഗം പിടിപെട്ട് അരയ്ക്ക് താഴെ ബലക്ഷയം വന്ന് സ്വന്തമായി നടക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ്. ഓരോ ദിവസം കഴിയുന്തോറും ആരോഗ്യനില മോശമായ അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് ചികിത്സ ലഭ്യമാക്കിയാലേ കുട്ടിയെ രക്ഷപ്പെടുത്താൻ കഴിയൂ എന്നാണ് ചികിത്സിക്കുന്ന തിരുവനന്തപുരം സാറ്റ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ഡോക്ടർ മാരി ലിപ്പ് പറഞ്ഞത്. ചുരുങ്ങിയത് 4 വർഷം തുടർച്ചയായി മെഡിസിൻ നൽകേണ്ടതുണ്ട്. ഒരു വർഷത്തെ മെഡിസിന് 75 ലക്ഷം രൂപ വില വരുന്നുണ്ട്. അതിനാൽ ചികിത്സയ്ക്ക് മൊത്തം 3 കോടി രൂപയിലധികം ചിലവ് വരുന്നു. ഇത്രയും ഭീമമായ ഒരു തുക സ്വരൂപിക്കാൻ കുടുംബത്തിനോ നാട്ടുകാർക്കോ ഒറ്റയ്ക്ക് കഴിയില്ല. കുട്ടിയും രക്ഷിതാക്കളും സാമ്പത്തികമായും മാനസികമായും വളരെ പ്രയാസത്തിലും ആകുലതയിലുമാണ്. അതിനാൽ സ്ഥലം MLA TV ഇബ്രാഹിമിന്റെ നേതൃത്വത്തിൽ മുഹമ്മദ് ഷാമിൽ ചികിത്സാ സഹായ സമിതി എന്ന പേരിൽ ഒരു കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തനം തുടങ്ങിയിരിക്കുകയാണ്. ഇറങ്ങിത്തിരിക്കുകയാണ്. മുതുവല്ലൂർ പഞ്ചായത്തിലെ മുതുപ്പറമ്പിലെ പ്രിയപ്പെട്ട 14 വയസ്സുള്ള ഷാമിൽ മോൻ SMA രോഗബാധിതനാണ്. ഈ പ്രിയപ്പെട്ട പൊന്നുമോൻ ഒരുപാട് ആഗ്രഹങ്ങൾ ബാക്കിയുണ്ട്. നന്നായി സ്കൂളിൽ പോകാനും ചങ്ങായിമാരും ഒക്കെ നടക്കാറുണ്ട്. പണമില്ലാത്തതിൻ്റെ പേരിൽ ഈ പ്രിയപ്പെട്ട പൊന്നുമോൻ്റെ ചികിത്സ മുടങ്ങരുത് എന്നുള്ളതുകൊണ്ടാണ് 3 കോടി ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരു കൊല്ലത്തിൽ 75 ലക്ഷം രൂപ വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്യുന്ന തുള്ളി മരുന്നാണ് ഈ പ്രിയപ്പെട്ട പൊന്നുമോന് വേണ്ടത്. ഇത്രയും കാലം അവന് അരക്ക് താഴെയായിരുന്നു. വലിയ പ്രയാസം ഇല്ലതൊതുങ്ങുന്ന അവസ്ഥയിൽ കൈ പൊക്കാൻ പോലും പറ്റാത്ത അത്രയും ദയനീയമായ കുട്ടിയുടെ മാതാവിന്റെ പേരിലും കമ്മിറ്റിയുടെ പേരിലും വിവിധ ബാങ്കുകളിൽ അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട്. അഡ്വക്കേറ്റ് ഷമീർ കുന്നമംഗലം ചെയർമാനായ ആസ്ക് കെയർ ഫൗണ്ടേഷൻ എന്ന പേരിൽ ഷാമിൽ ചികിത്സാ ഫണ്ടിന്റെ സുതാര്യതയ്ക്ക് വേണ്ടി ഒരു ആപ്പ് നിർമ്മിച്ചിട്ടുമുണ്ട്. അതിന്റെ ലോഞ്ചിങ്ങും പ്രസ് ക്ലബിൽ നടന്നു. എത്രയും പെട്ടെന്ന് ചികിത്സ തുടങ്ങാൻ വലിയ സംഖ്യ ആവശ്യമാണ്. പ്രയാസപ്പെടുന്നവരുടെ കണ്ണീരൊപ്പാൻ എന്നും മുന്നിൽ നിൽക്കുന്ന സുമനസുകളായ മലയാളികളും പ്രവാസികളും ഇതിനായി ചികിത്സാ സഹായം നൽകണമെന്ന് ചികിത്സാ സഹായ സമിതി ഭാരവാഹികളായ TV ഇബ്രാഹിം MLA, അഡ്വക്കേറ്റ് ഷമീർ കുന്നമംഗലം, മുതുവല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK ബാബുരാജ്, T മുഹമ്മദ് അലി മാസ്റ്റർ, T അബ്ദുൽ അസീസ്, MP അബ്ദുൽ അസീസ്, AP കുഞ്ഞാൻ, കബീർ മുതുപ്പറമ്പ്, സുബ്രഹ്മണ്യൻ C, അസ്ലം ഷേർഖാൻ, സക്കീർ ഹുസൈൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ആദ്യം അവന് കാലിന്റെ അരക്ക് താഴെയായിരുന്നു എല്ല് പറയുന്ന അവസ്ഥ. സങ്കടം അവനവന്റെ നാട്ടിൽ വരുമ്പോൾ അത്രമാത്രം ഗൗരവത്തിലാണ് ഈ ക്ഷണിക്കാനുള്ള ഒരു പ്രചരണം കൂടി നിങ്ങൾ എല്ലാവരും ഏറ്റെടുത്തുകൊണ്ട് വലിയ സെലിബ്രിറ്റികൾ, പത്രമാധ്യമങ്ങളിലൊക്കെ ഉള്ള വലിയ സെലിബ്രിറ്റികൾ അവരൊക്കെയായിട്ട് ഈ പ്രവർത്തനങ്ങൾ കൊണ്ടുപോവുകയാണ് എന്നുള്ളൊരു മെസ്സേജ് കൂടി കൊടുത്താൽ 4 വർഷമാണ് ടോട്ടൽ ആയിട്ടുള്ള ചെലവ് വന്നിട്ടുള്ളത്. ഒരു ഇടപെടൽ നിങ്ങൾ എല്ലാവരും പറ്റിയെങ്കിൽ ഷാമിയുടെ വീട്ടിലേക്ക് വരണം. അവരുടെ താഴെ വന്നിട്ടുണ്ട്. ഇത് കയറാനുള്ള ഒരു ബുദ്ധിമുട്ടുകൊണ്ടാണ് കാരണം ഇത്രയും വലിയ ക്രൗഡ് ഫണ്ടിങ് ആയപ്പോൾ നമുക്കറിയാലോ ജനങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയാത്ത മറ്റു കാര്യങ്ങളൊക്കെ ബഹുമാന്യനായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബാബുരാജ് സർ. ന്യൂസ് ഡെസ്ക്, News 99.